ഹലോ ഗൈസ്, വെൽക്കം ടു കുഞ്ഞു സിക്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഉത്സവം ഡേ 2 ആണ്. അപ്പോൾ ഡേ 1 നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ, അപ്പോൾ ഇത് ഡേ 2 ആണ്. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഞാനും ചേച്ചിയും അമ്മയും അനിയനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ആന വന്നിരുന്നു കേട്ടോ. 2-ാം ദിവസം രാവിലേക്ക് ആയപ്പോഴത്തേക്കും ആന വന്നിരുന്നു. 3 ആന ഉണ്ടാവും. അത് മഹോത്സവത്തിനായിരിക്കും. ഇപ്പോൾ ഒരു ആനയായിരിക്കും. അത് നമ്മളവിടെ ചെന്നു, തൊഴുതു, പ്രാർത്ഥിച്ചു. പിന്നെ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ പിന്നെ കുടിവെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ സമ്പൂർണ്ണ പാരായണം നടക്കുമായിരുന്നു, ഇങ്ങനെ ഭഗവത്ഗീതയുടെ. അപ്പം അതൊക്കെ കുറച്ച് നേരം കേട്ടുകൊണ്ടിരുന്നു, കുറച്ച് നേരം സംസാരിച്ചു, കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. അങ്ങനെ നമ്മളവിടെ ഇരുന്നു, തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അധികം ആ സമയത്ത് അങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അവരുടെ പാരായണമൊക്കെ കേട്ട് കുറച്ച് നേരം സംസാരിച്ചും അങ്ങനെ എല്ലാവരോടൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമുക്ക് ഇടയ്ക്ക് കടയിൽ പോകാമായിരുന്നു. കടയിലൊക്കെ പോയി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമല്ലേ. പിന്നെ നമ്മളിത് അന്നദാനത്തിനായുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ സമയം അപ്പോൾ കുറേ നല്ല തിരക്കായിരിക്കും, നല്ല ക്യൂ ആയിരിക്കും. അതാണ് നിങ്ങളെ കാണുന്നത്. കുട്ടികളോട് മുമ്പോട്ട് കയറി നിൽക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ മടി, കാരണം ഞാൻ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുമായിരുന്നത്. നല്ല ക്യൂ കണ്ടില്ലേ നിങ്ങൾ, നല്ല ക്യൂ ആണ്. എല്ലായിടത്തും ബാക്കോട്ടൊക്കെ ഉണ്ട്. അവസാനം നമുക്കിങ്ങനെ ഫുഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ സാമ്പാറും തോരനും അച്ചാറും പിന്നെ വേറെ എന്തൊക്കെ കറി ഉണ്ടായിരുന്നു, പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണനാട്ടമായിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി. വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുമൊക്കെ നല്ല കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറേ കഥകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇതൊക്കെ മനസ്സിലായി. ഞങ്ങൾ ഫുൾ കുറേ നേരം ഇരിക്കാനും പറ്റിയില്ല. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിരുന്നു. പിന്നെ ഷിമ്മിൽ പോകാൻ നേരത്തെ കണ്ണിൽ കയറാൻ നോക്കി. സർബത്ത് കൊണ്ടായിരുന്നു. അതായത് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി, കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ചിറ്റയും വല്യമ്മയും എൻ്റെ അനിയനും അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അധികം അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. ആ ഒരു കടയിൽ തന്നെ ഇങ്ങനെ പാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബജ്ജി, പാനിപ്പൂരി, സർബത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം സർബത്ത് കുടിച്ചു, പിന്നെ പാനിപ്പൂരി ടേസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. ഇപ്രാവശ്യം കുറേ കടയുണ്ട് കേട്ടോ, എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ. അപ്പം ഇതുവരെ അങ്ങനെ കടയിലൊന്നും കയറി തുടങ്ങിയതല്ലേ ഉള്ളൂ ഉത്സവം. പിന്നെയൊക്കെ കയറണം പയ്യെ. ഇപ്രാവശ്യം നമ്മൾ ഇതുപോലെ ഫുഡൊക്കെ കഴിക്കാൻ ഓർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അത്യാവശ്യം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വെറുതെ വാങ്ങിച്ച് കൂട്ടണ്ടല്ലോ. അപ്പം അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ സർബത്തൊക്കെ കുടിച്ച് പാനിപ്പൂരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കോളിഫ്ലവർ ബജ്ജി കേട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഇത് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി കഴിക്കുകയാണ് കേട്ടോ. കോളിഫ്ലവർ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ കോളിഫ്ലവറേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മുളക് ബജ്ജിയും എല്ലാ ബജ്ജിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കോളിഫ്ലവറേ പറഞ്ഞുള്ളൂ. പിന്നെ പാനിപ്പൂരിയും ഇതൊക്കെ തന്നെ കഴിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഡേയിൽ കാണാം. ബൈ ബൈ.